അനുകൂലമായൊരു തീരുമാനം തന്നെ ഞാൻ പ്രതീക്ഷിക്കും. സിദ്ധോട്ടൻ എന്റെ പ്രതീക്ഷകളെ തകർക്കരുത്. സിദ്ധു, അവസാനം അവള് സമ്മതിച്ചു ദേവികെ. വിഷ്ണു പുറത്തിറങ്ങണമെങ്കിൽ ഡിവോഴ്സ് അംഗീകരിക്കണമെന്ന് ഞാൻ വാശി പിടിച്ചു. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ചന്ദ്രയ്ക്കത് ശരിയെന്ന് പറയേണ്ടി വന്നു. ചന്ദ്രയ, വിശ്വസിക്കണ്ട. അതൊരടവായിരിക്കും, പറയാൻ പറ്റില്ല. ഞാൻ വക്കാലത്ത് കൊടുത്തില്ലെങ്കിലും 90 ദിവസം കഴിയുമ്പോൾ വിഷ്ണുവിന് ജാമ്യം കിട്ടും. സ്വാഭാവിക ജാമ്യം. അതിനേക്കാളും നല്ലത് ഇത് തന്നെയല്ലേ? അവളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ അവളെ വിശ്വസിക്കുമെന്ന് ദേവിക്ക് തോന്നുന്നുണ്ടോ? വിശ്വസിച്ചിട്ടൊന്നുമില്ല, ഒരു ശ്രമം. അതിലെന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായാൽ അത്രയും ആയല്ലോ. ഞാനതല്ല ചിന്തിക്കുന്നത്. വിഷ്ണുവിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം അവളെ സഹിക്കുന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഈ വിഷ്ണു? എന്തായിരിക്കും അവർ തമ്മിലുള്ള ബന്ധം? ആ സംശയം എനിക്കുണ്ട്. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, അവർ തമ്മിൽ നമ്മൾ അറിഞ്ഞതോ കേട്ടതോ ആയ ബന്ധമല്ല ഉള്ളത്. അതിനും അപ്പുറമുള്ള എന്തോ ഒരടുപ്പം, അതാ അവർ തമ്മിലുള്ളത്. എനിക്ക് പല സംശയങ്ങളുമുണ്ട്. വ്യക്തമായ തെളിവുകളില്ലാത്തതുകൊണ്ട് ഞാനിത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാം സിദ്ധു ആഗ്രഹിക്കുന്ന പോലെ നടക്കട്ടെ. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടട്ടെ. പറയാറായിട്ടില്ല. ശ്വാസം മുട്ടി കഴിയാൻ ഞാൻ ഈ കുരുക്കിന്ന് 1 മിനിറ്റ് മുൻപെങ്കിൽ 1 മിനിറ്റ് മുൻപ് എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ നാളെ രാവിലെ ഞാൻ ചന്ദ്രയുടെ മുൻപിൽ മറ്റൊരു ഡിമാൻഡ് കൂടി വെക്കുന്നുണ്ട്. അതും കൂടി അവൾ സമ്മതിക്കണം. എങ്കിലേ വിഷ്ണുവിന്റെ കേസ് ഞാൻ ഏറ്റെടുക്കൂ. അതെന്താ പുതിയൊരു ഡിമാൻഡ്? അതൊക്കെയുണ്ട്. അതുകൂടി അവൾ സമ്മതിക്കണം. അങ്ങനെ ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടൂ. അവളത് സമ്മതിക്കോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. സമ്മതിച്ചേ പറ്റൂ, അല്ലെങ്കിൽ രണ്ടും നടക്കത്തില്ല. വിഷ്ണുവിനെ ഞാൻ പുറത്തിറക്കുകയില്ല, ഞങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് നടക്കുകയില്ല. പ്രാർത്ഥിക്കും. എല്ലാം അവള് സമ്മതിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അല്ലണ കഴിക്കാവുന്നില്ലേ? വരുത്താം. പൊന്നുമണി, ആ മുട്ട ചിക്കിയെടുത്തോ. മുട്ട ഇതുവരെ പൊരിച്ചില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞിരുന്നല്ലേ, കണ്ണിക്കണ്ട ഗുണ്ടകൾക്കും കുടിയന്മാർക്കും മുട്ട പൊരിക്കലല്ല എന്റെ പണി. നിങ്ങൾ വെറും കൺട്രിയാ, അതാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ശരവണന്റെ കൂട്ടുകാരാ വന്നിരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ പതിവാ. അവരുടെ ജീവിതത്തിൽ ഇതൊക്കെ പതിവായിരിക്കും, പക്ഷെ എന്റെ ജീവിതത്തിൽ അങ്ങനെയല്ല. എന്തായാലും ഞാൻ വിവരം വിളിച്ച് നിരഞ്ജനെ അറിയിച്ചിട്ടുണ്ട്. അവൻ വരും, എന്നിട്ട് തീരുമാനിക്കാം മുട്ട പൊരിക്കണോ വേണ്ടയോ എന്ന്. നിരഞ്ജൻ വന്നാലെന്താ, ഞങ്ങളെ പിടിച്ച് തൂക്കിക്കൊല്ലോ. വരാൻ പറ. ശരവണന്റെ കൂടെ ഇരിക്കുന്നതേ ഒന്നും കുഴിച്ചിട്ടോ അറപ്പ് തീർന്ന ആൾക്കാരാ. കല്ല് കിട്ടാൻ പോകുന്നത് നിരഞ്ജന തന്നെ ആയിരിക്കും. പൊന്നുമണിയേ, എന്താ ശരവണ, വീട് ബാറാക്കിയോ?
ആണുങ്ങളായ കുറച്ച് കുടിക്കും, കൂട്ടുകൂടും. അത് ചോദിക്കാൻ താനാരാ? അണ്ണാ നിരഞ്ജൻ, അതാ എൻ്റെ പേര്. തല്ലിക്കൊല്ലടാ ഈ പട്ടിയെ. ഒരടി മുന്നോട്ട് വെച്ചാ ഒരുത്തനും ജീവനോടെ പോവില്ല ഇവിടുന്ന്. എങ്കിലത് കാണുമല്ലോ. കൊല്ലടാ രണ്ടിനെ. മോനെ ശരവണ, കാഴ്ചയിൽ മാത്രമേ മാന്യതയുള്ളൂ. ഗുണ്ടായുസത്തിന് അതിനപ്പുറമുള്ള തോന്നിവാസം കഴിഞ്ഞിട്ടാ ഇവിടെ വരെ എത്തിയത്. വെറുതെ തടി കേടാക്കണ്ട. അമ്മേ, ഇറങ്ങ. ഈ ആഭാസത്തിനൊരു തീരുമാനം ഉണ്ടാക്കുന്നവരെ അമ്മ ഇനി ഇവിടെ നിൽക്കണ്ട. ഇറങ്ങിയാൽ ഞാൻ നോക്കൂ അമ്മേ. പോയി എടുക്കാനുള്ളതെല്ലാം എടുത്തിട്ട് വാ. ചെല്ല്. എന്നേക്കുമായിട്ട് പോവാണെന്ന് കരുതണ്ട. തിരിച്ചു വരും ഞങ്ങള്. അന്ന് നിന്നെ നിന്റെ കൂട്ടുകാരനെയും ഇവിടുന്ന് പിടിച്ചിറക്കും.